ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ ദോശയും ഇന്ന് വറുത്തരച്ച സാമ്പാറാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അക്കുവും അമ്മും എല്ലാവരും കൂടെ കഴിക്കുകയാണ്. ഇക്കൊക്കെ കഴിച്ചിട്ടുണ്ട്, ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അക്കുവും അമ്മും ഇക്കയുടെ റെസ്റ്റോറൻറ്റിൽ പോകാനെന്നുകൊണ്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അക്കൂട്ടൻ ഇവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ അമ്മുവിനോട് ചോദിച്ചു, എനിക്ക് ജോലിയൊന്നും ചെയ്തു തരാൻ നീ പോവുകയാണോ ചോദിച്ചപ്പോൾ അമ്മു ചൂലെടുത്ത് തൂക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേരും പോയി എൻ്റെ കൂടെ കൂട്ടിന് ആരാ ചോദിച്ചതെന്ന് പറഞ്ഞത് കാരണം അക്കുട്ടൻ പറഞ്ഞു ഞാൻ എന്നാ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അമ്മു ടയേർഡായെന്ന് പറഞ്ഞാൽ അമ്മ ഇരുന്ന് ഗ്രേപ്സ് കഴിക്കുകയാണ്. എനിക്ക് കുളിച്ചിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ അക്കു ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ഊരി ഇട്ടിട്ട് അക്കു പഴയ ഡ്രസ്സൊക്കെ എടുത്ത് എനിക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരികയാണ്. അങ്ങനെ ഇക്കായും അമ്മുവും കൂടാണ് റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നത്. അക്കു ഒരുങ്ങിയതായിരുന്നു പോകാൻ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതെന്ന് പറഞ്ഞത് കാരണം അക്കു പറഞ്ഞു എന്നാൽ ഞാൻ പോകുന്നില്ല, ഉമ്മയ്ക്ക് കൂട്ടിന് വീട്ടിലിരിക്കാമെന്ന് പറഞ്ഞ് അക്കു എൻ്റെ കൂടെ വീട്ടിലിരിക്കുകയാണ് കേട്ടോ. കിച്ചു രാവിലെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കായും അമ്മു കുറച്ച് ലേറ്റായാണ് പോകുന്നത്. അങ്ങനെ അക്കു എനിക്ക് മോപ്പൊക്കെ ചെയ്ത് തരാണ്. അമ്മു രാവിലെ എല്ലാം തൂത്തിട്ട് തന്നിട്ടല്ലേ പോയത്. അപ്പം അക്കു പറഞ്ഞു എന്നാൽ ഞാൻ ഉമ്മയ്ക്ക് മോപ്പൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഒരു ഓയിലുണ്ട്, ആ ഓയിൽ ജസ്റ്റ് ഒന്ന് അക്കുട്ടൻ്റെ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ വാങ്ങിച്ചതാണ്, 699 റുപ്പീസാണ്. അങ്ങനെ പിന്നെ തുണിയൊക്കെ ഞങ്ങൾ വാഷ് ചെയ്യാനിട്ടു. വാഷ് ചെയ്തതൊക്കെ ഒന്ന് വിരിച്ചിടാൻ ഞാനും അക്കും കൂടെ പോവാണ്. പോയിട്ട് വന്നപ്പോൾ ജൂലി എവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ വാഷ് ബേസിനകത്ത് കയറി കിടക്കുക. അതിനകത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. അതാണ് ഈ ചൂടല്ലേ, ഭയങ്കര ചൂടാണ്, പൂച്ചയ്ക്കും ചൂടല്ലേ, അത് കാരണം അവിടെ കയറി കിടക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവച്ച് കൊടുത്ത് കുടിക്കാൻ കപ്പിനകത്ത്. അപ്പോൾ രണ്ടുപേരുടെ വെള്ളമൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ അക്കു എനിക്ക് ഞാൻ ഗ്രൈൻഡറിൽ അരി അരയ്ക്കാനിട്ടപ്പോൾ അത് മുകളിലോട്ട് ചീറ്റ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതെന്താണെന്ന് നോക്കി അക്കുട്ടൻ അതിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ മാറ്റും, എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അക്കുട്ടൻ പറഞ്ഞ് ഇത് ടൈറ്റായിട്ട് വെക്കാത്ത കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അക്കു എന്തൊക്കെയോ ശരിയാക്കി തരികയാണ്. അപ്പോൾ ശരിയായി കേട്ടോ. അപ്പോൾ അവൻ റെഡിയാക്കി തന്നു. അപ്പോൾ നന്നായിട്ട് ഞാൻ മാവൊക്കെ അരച്ചെടുത്ത് അങ്ങനെ എല്ലാം മാവൊക്കെ അരച്ച് മാറ്റി വെച്ച് കേട്ടോ, സെറ്റാക്കി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം തന്നെ സമയം ഒരുപാടായി. അപ്പോൾ അക്കുട്ടന് ചോറ് വേണ്ട, ഇന്ന് കഞ്ഞിയും പയറും തിന്നാനൊരു കൊതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ അക്കുട്ടന് പൊടിയരിക്കഞ്ഞിയും പയറുണ്ടാക്കി കൊടുക്കാം, അവന് ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അച്ചാറുണ്ട്, ഇഞ്ചിക്കറി അച്ചാറും മാങ്ങ അച്ചാറ് നാരങ്ങ അച്ചാറ് നെല്ലിക്ക അച്ചാറൊക്കെ ഇരിപ്പുണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടി അവൻ കഴിച്ചോളാം, അവന് വേണ്ട ചോറെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഞാൻ പറഞ്ഞു എന്നാൽ വേണ്ട, അവന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുമ്പം നമുക്കും അത് കഴിക്കാം. എനിക്കും അക്കുരു മാത്രം മതിയല്ലോ, അത് കാരണം ഞങ്ങളിത് ചോറ് ഉണ്ടാക്കിയില്ല കേട്ടോ. ഞങ്ങൾ പൊടിയരിക്കഞ്ഞും പയറുമാണ് ഉണ്ടാക്കിയത്. അവൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ഞാനത് ഉണ്ടാക്കി കൊടുക്കും. മക്കൾക്ക് എന്താണോ ഇഷ്ടം അവരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ അവനിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാനും കഴിച്ചു, ഞാനും പയറും 2 നെല്ലിക്ക അച്ചാറും നെല്ലിക്കായും എടുത്ത് ഞാനും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഈവനിങ്ങിലായി. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈവനിങ് ആയി. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ അക്കുട്ടൻ ബാപ്പിയുടെ കൂടെ വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞാൽ ഒരുങ്ങുകയാണ് കേട്ടോ. ഇക്ക വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നേ ഈവനിങ്ങിൽ. അപ്പോൾ ഇക്ക പോകാൻ ഇറങ്ങിയപ്പോൾ അക്കുട്ടൻ പറഞ്ഞു ഇത്രയും നേരം ഞാൻ ഉമ്മയുടെ കൂടെ ഇരുന്നില്ലേ, ഇപ്പം സമയം ഇത്ര ആയില്ലേ. അപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കയുടെ കൂടെ പോകാണെന്ന് 8 മണി 8:30 എങ്ങാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കയുടെ പോകാൻ അവൻ ഒരുങ്ങി ഇക്കയുടെ സ്കൂട്ടി കയറി പോവുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പിന്നെ എനിക്ക് ബോറടിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തുണിയൊക്കെ വാഷ് ചെയ്ത് കട്ടിലിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് അതൊക്കെ ഒന്ന് മടക്കി വെക്കാം, പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴൊക്കെ അവർ വന്ന് 10:30 ആയിട്ടുണ്ട്. അങ്ങനെ കിച്ചണിൽ ഡാൻസ് കളിച്ച് മുഖം പൊത്തിക്കൊണ്ട് വരും. അമ്മ എനിക്ക് ഫുഡൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ കഴിക്കാനുള്ളത്. അപ്പോൾ അക്കുട്ടനും അമ്മും വരുന്നുണ്ട്, ഇക്കായും കയറി വരുന്നുണ്ട്. എനിക്ക് രാത്രിത്തേക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.